അരി പൊടിക്കാൻ പോയാള് എവിടെ പോയി എന്ത് തിരക്കുണ്ടാവും. തിരക്ക് കണ്ട കളിയും കടിയാളിയെല്ലാം ഭർത്താനം ഇന്ന് ഓണല്ലേ അതുകൊണ്ട് എന്തെല്ലാം പണിയുണ്ട് അടിച്ചു വരോ തുടക്കും എല്ലാം വേണ്ടേ ആടെ പോയി നിന്നിട്ട് രാവിലെ കൊറേ അടിച്ചു വരും ചെയ്യുന്നോളൂ. തുടക്കും എല്ലാം വേണ്ടേ നീ എല്ലാം എനക്ക് പണിയാക്കാനാമോ ഇപ്പം വരുമായിരിക്കും. വരുന്നുണ്ടാ അങ്ങനെ മുടന്നുകൊണ്ട് വരുന്ന ഇതെന്താന്ന് പറ്റിയേ? ഓ ഇന്നേക്കായല്ലോ നടക്കാനൊന്നും കഴിയുന്നില്ലല്ലോ. ഞാൻ പോയോക്കട്ടെ. പോയാ ഒരു ഓണായിട്ട് ഉള്ള സംഭവം ഇത് അതിലേക്കും പോയിനി ഇവിടെ ഇരിക്കാൻ വേണ്ടിട്ട് ബാക്കിയുള്ളാക്ക് പണിയാക്കെ അനക്കൊന്നും കഴിയില്ലപ്പാ. ഇന്നത്തേതായില്ലേ പിള്ളേരാണ് അങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്. എന്തെങ്കിലും തടയാൻ മരുന്നുണ്ടാ ഈ മരുന്ന് അടിയിട്ടുന്ന മറ്റേ ഓർമ്മ പോവാം. കാക്ക് തീരി വന്നില്ലേട്ടാ ആശുപത്രി പോയെന്നാല് പോയില്ലേ കഥാണ്ടിപ്പോ പോയിട്ട് ഞങ്ങൾക്ക് വെച്ചിട്ട് പോകാനില്ല. ഇനി അനങ്ങാണ്ടി ഇവിടെ ഇരിക്കാലോ ഏതുമായല്ല അനക്കിട്ട പണി തേച്ച് കൊടുക്കാല പോയി ലേശം തടി കൊടുത്താലും നിന്നോട് വന്നില്ല ഞാൻ പോയിക്കോളാന്ന്. ഞാൻ വിചാരിച്ചു ഞാൻ പോയിട്ട് വേഗം വേഗല്ലേ പറഞ്ഞിപ്പോ കിടക്കണേ അങ്ങനെ കയ്യിലേക്ക് ആസ്പത്രി പോവാ. കുറച്ച് കഴിഞ്ഞിട്ട് അധികം പോയി നടക്കാനാ പോവാ. ദേശം കിടക്കട്ട്. അയ്യോ ഞാനിവിടെ കുറച്ചേരം കിടക്കട്ട്. ഞാൻ മോളെ വിളിക്കട്ടെ? വേണ്ട വിളിക്കൊന്നും വേണ്ട. വേണ്ട വേണ്ട അനക്കൊന്നും കഴിയില്ല പോവാനും വരാനും. ഇവരില്ലേടാ ഓളില്ലാടാ. നീ ഇപ്പൊ എനിക്കൊന്നും വേണ്ട അടക്കണോ ഓളെടുക്കട്ടില്ല. മോളെ വിളിക്കടാ. വേണ്ട വേണ്ട ഇവരില്ലേടാ. നീ വിളിക്കാ ഈ പതിലൊന്നും എടുക്കപ്പം ചോറും കറിയിലും വെച്ചാൽ ഞാൻ പൊന്നെ വിളിക്കണമെന്ന് പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഞാൻ എടുക്കാം. ആസ്പത്രി പോവല്ലേ വേണ്ട ഇവിടെ കിടക്കലാ. ഇത് ഇവിടെ കിടന്നിട്ട് ബാക്കിയില്ലാത്ത ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ആടെ നിന്നാ വയ്യ. എനിക്ക് ആളെ സുഖമായിരുന്നു. ഇവിടെ വന്ന് 10 ദിവസം നിൽക്കാൻ വരുമ്പോ പീടിയും കഷ്ടപ്പാട്. ഇനിയിപ്പോ എങ്ങനെയാ പോവാ? ഇത് വെച്ചിട്ട് പോവാൻ വയ്യാർക്ക് ഏട്ടനെല്ലാം പണിയെടുക്കണേന്ന് പറഞ്ഞു. എനിക്ക് ഇത് ചാടി പോവാൻ വയ്യ. ഞാൻ വന്നോണ്ട് അറിഞ്ഞോണ്ട് ഇവിടെ നാമോ കുറച്ച് ദിവസം കിടക്കാച്ചിട്ട് എന്നാ ഇവിടെ പോകും ചിറ്റി ഞാൻ പോവോ വേണ്ടേ ഞാൻ നിൽക്കോ വേണ്ട എനക്കൊന്നും തിരിയുന്നില്ല.